പഴയകാലത്തെ ഒരു ചെറിയ ഗ്രാമം. അബ്ദുള്ളയും സാമുവലും സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന സുഹൃത്തുക്കളായിരുന്നു. ഒരു ദിവസം സാമുവൽ തന്റെ കച്ചവട ആവശ്യങ്ങൾക്കായി ദൂരദേശത്തേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. പോകുന്നതിനു മുൻപ് തന്റെ കുടുംബത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നമോതിരം അയാൾ അബ്ദുള്ളയെ ഏൽപ്പിച്ചു. അബ്ദുള്ള അത് അല്ലാഹുവിന്റെ നാമത്തിൽ സ്വീകരിച്ച് തന്റെ ഭാര്യയെ ഏൽപ്പിച്ചു. എന്നാൽ അബ്ദുള്ളയുടെ അചഞ്ചലമായ വിശ്വാസത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് സാമുവലിന് തോന്നി. യാത്ര പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് ആരും കാണാതെ അബ്ദുള്ളയുടെ വീട്ടിൽ കടന്നുകൂടിയ സാമുവൽ ആ മോതിരം മോഷ്ടിച്ചു. അയാൾ നേരെ കടൽത്തീരത്ത് ചെന്ന് ആ മോതിരം തിരമാലകൾക്കിടയിലേക്ക് ദൂരേക്ക് എറിഞ്ഞു. ഇനി നിന്റെ വിശ്വാസം നിന്നെ എങ്ങനെ രക്ഷിക്കുമെന്ന് നോക്കാം എന്ന് പരിഹസിച്ചുകൊണ്ട് സാമുവൽ കപ്പൽ കയറി. അബ്ദുള്ളയുടെ ഭാര്യ പരിഭ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തെത്തി. പ്രിയതമ, സാമുവൽ ഏൽപ്പിച്ച ആ മോതിരം വെച്ചെടുത്ത് കാണുന്നില്ല. ഞാൻ വീട് മുഴുവൻ തിരഞ്ഞു, എവിടെയും അത് കണ്ടെത്താനായില്ല. ഇത് കേട്ട അബ്ദുള്ള സ്തംഭിച്ചുപോയി. തന്റെ സുഹൃത്ത് വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്ത്, സൂക്ഷ്മസ്വത്ത് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം തകർന്നുപോയി. ആരോടും പരാതി പറയാതെ സങ്കടം ഉള്ളിലൊതുക്കി അദ്ദേഹം മുസല്ലയിൽ പ്രാർത്ഥനാപായ ഇരുന്നു. കണ്ണീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, നീ എല്ലാം അറിയുന്നവനാണ്. ആ മോതിരം ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് നിനക്കറിയാം. എന്റെ സുഹൃത്തിന്റെ മുന്നിൽ എന്നെ അപമാനിതനാക്കരുതേ. നീയാണ് ഏറ്റവും വലിയ സംരക്ഷകൻ. സാമുവൽ തിരിച്ചെത്തുന്ന വാർത്ത അബ്ദുള്ള അറിഞ്ഞു. ആകെ വേവലാതിയിലായ അബ്ദുള്ള സുഹൃത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഓർത്ത് വിഷമിച്ചു. എങ്കിലും തന്റെ സുഹൃത്തിന് നൽകേണ്ട സൽക്കാരത്തിൽ കുറവ് വരുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. സാമുവലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ വാങ്ങി പാകം ചെയ്യാമെന്ന് അദ്ദേഹം കരുതി. സങ്കടത്തോടെയും ഭാരപ്പെട്ട മനസ്സോടെയും അദ്ദേഹം കടപ്പുറത്തുപോയി ഏറ്റവും വലിയൊരു മീനിനെ വാങ്ങി. ആ മീനുമായി വീട്ടിലെത്തിയപ്പോൾ സാമുവൽ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. കണ്ടപാടെ സാമുവൽ ചോദിച്ചു, അബ്ദുള്ള, സുഖമാണോ? ഞാൻ ഏൽപ്പിച്ച മോതിരമെടുക്കട്ടെ?